വിശദമായ വാർത്തകളിലേക്ക്. മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മൂന്നാം ദിവസത്തിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിൽ പശ്ചിമബംഗാൾ പോലീസ് സമൻസ് അയച്ച സിബിഐ ജോയിന്റ് ഡയറക്ടർ ദില്ലിയിൽ രക്ഷ തേടിയെത്തി. മമതാ സർക്കാരിനെതിരെ സിബിഐ നൽകിയ ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വാദം കേൾക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും വിഷയമുന്നയിച്ച് പ്രതിഷേധിക്കാൻ പ്രതിപക്ഷവും തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരംഭിച്ച സത്യാഗ്രഹ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ച വരെ സത്യാഗ്രഹം കൊണ്ടുപോകാനാണ് മമതയുടെ തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നു. കൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചിട്ടിതട്ടിപ്പ് കേസിൽ സിബിഐ ചോദ്യം ചെയ്യാൻ നടത്തിയ നീക്കത്തിനെതിരെ കൽക്കത്തയിലുള്ള സിബിഐ ജോയിന്റ് ഡയറക്ടർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പശ്ചിമബംഗാൾ പോലീസ് കേസെടുത്തിരുന്നു. ഇദ്ദേഹം ഇന്നലെ രാത്രിയോടെ കൽക്കത്ത വിട്ട് ദില്ലിയിലെത്തി. സംസ്ഥാനത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഗവർണർ നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് തീരുമാനമെടുക്കും. അന്വേഷണത്തിനായെത്തിയ സിബിഐ ഉദ്യോഗസ്ഥരെ തടഞ്ഞ മമതാ സർക്കാരിന്റെ നടപടിക്കെതിരെ സിബിഐ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്. ചിട്ടിതട്ടിപ്പിലെ ഇലക്ട്രോണിക് തെളിവുകൾ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ നശിപ്പിച്ചുവെന്നാണ് സിബിഐ ആരോപണം. ഇക്കാര്യത്തിൽ സിബിഐ ഇന്ന് സുപ്രീംകോടതിയിൽ തെളിവുകൾ ഹാജരാക്കണം. തെളിവുകളുടെ അഭാവം ഇന്നലെ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ കമ്മീഷണർക്ക് സുപ്രീംകോടതിയിൽ നിന്നും കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ബംഗാൾ വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. എൻഡിഎക്കൊപ്പം നിന്ന ബിജു ജനതാദളിന്റെ ബിജെഡി, ശിവസേന അടക്കമുള്ളവരും മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ സ്തംഭിപ്പിച്ചതിനാൽ ബഡ്ജറ്റ് ചർച്ച പോലും പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 55 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുന്നിൽ വരിക. റിട്ട് ഹർജികൾ നാളെ പരിഗണിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വന്ന 55 പുനഃപരിശോധനാ ഹർജികൾ നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായി ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ അംഗങ്ങളായ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുക. ജനുവരി 22-ന് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. 4 റിട്ട് ഹർജികളും കോടതിക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമായ ശേഷമേ അതിലേക്ക് കടക്കൂ. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വിവിധ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും ഹർജിയുണ്ട്. ഇവ നാളത്തെ തീരുമാനത്തിന് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. ശബരിമല തന്ത്രി, NSS, പന്തളം കൊട്ടാരം തുടങ്ങിയവരൊക്കെയാണ് പുനഃപരിശോധന ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിലെ മെറിറ്റിലേക്ക് കടക്കുക എന്നതിനപ്പുറം പരിഗണിക്കണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാനമായും കോടതി പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയാതെ പറഞ്ഞ തന്ത്രി കണ്ഠരര് രാജീവര്. യുവതികൾ പ്രവേശിച്ചതിനല്ല, ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. കോടതി വിധിക്കെതിരല്ല ശുദ്ധിക്രിയയെന്നും നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും തന്ത്രി വ്യക്തമാക്കി. ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ വിശദീകരണക്കുറിപ്പിലാണ് തന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശുദ്ധിക്രിയ നടത്തിയത് ആചാരപരമായി ശരിയെന്ന തന്ത്രി കണ്ഠരര് രാജീവര. യുവതികൾ പ്രവേശിച്ചതിനല്ല, ദേവചൈതന്യത്തിന് കളങ്കം വന്നതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത്. മണ്ഡല മകരവിളക്കുത്സവത്തിന് നട തുറക്കുമ്പോൾ തന്നെ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും ശുദ്ധിക്രിയയ്ക്ക് മുമ്പായി ദേവസ്വം അധികാരികളെ അറിയിച്ചിരുന്നതായും തന്ത്രി വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ വിശദീകരണ കത്തിലാണ് തന്ത്രി ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. തന്ത്രിയുടെ വിശദീകരണം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. സുപ്രീം കോടതി വിധി ലംഘിച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി താൻ നടത്തിയത് കോടതിയെ ലക്ഷ്യമല്ലെന്നും ആചാരപരമാണെന്നുമുള്ള വാദവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ ഈ നീക്കം കോടതി നടപടി ഭയന്നാണ് എന്നത് വ്യക്തമാണ്. ഈ മണ്ഡലകാലത്ത് 2 യുവതികൾ ദർശനം നടത്തിയതിനു പിന്നാലെയാണ് തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയത്. എന്നാൽ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ നടപടിക്കെതിരെ വിശദീകരണം ചോദിച്ചിരുന്നു. 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടതെങ്കിലും തന്ത്രി ദിവസം നീട്ടിച്ചോദിക്കുകയായിരുന്നു. യുവതികൾ പ്രവേശിച്ചതിനല്ല ശുദ്ധിക്രിയ എന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ വിശദീകരണം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള അഭിപ്രായമായി കൂടി കണക്കാക്കാം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മൂന്നാർ റെസ്റ്റ് ഹൌസും 2 ഏക്കർ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും സർക്കാരിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാട്ടക്കരാർ ലംഘിച്ചുവെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നഷ്ടപരിഹാരമായി സർക്കാരിന് 3 കോടിയോളം രൂപ ജൂൺ 20-നകം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു. 2002 പൊതുമരാമത്ത് വകുപ്പ് 30 വർഷത്തെ പാട്ട വ്യവസ്ഥയിൽ മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് റെസ്റ്റ് ഹൌസ് കൈമാറിയത്. പ്രതിവർഷം 67 ലക്ഷം രൂപയായിരുന്നു പാട്ടം നൽകേണ്ടത്. എന്നാൽ റെസ്റ്റ് ഹൌസ് നിൽക്കുന്ന സ്ഥലത്ത് കമ്പനി അനധികൃതമായി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതായി കണ്ടെത്തി. പാട്ടക്കരാർ ലംഘിച്ചതിനാൽ 2011 തന്നെ സർക്കാർ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കുകയായിരുന്നു. ഇതിനെതിരെ 125 കോടി രൂപ നഷ്ടപരിഹാരമടക്കം ആവശ്യപ്പെട്ട് കമ്പനി സർക്കാരിനെതിരെ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തു. ജസ്റ്റിസ് KA നായർ ചെയർമാനായ ആർബിട്രേഷൻ ട്രൈബ്യൂണൽ കമ്പനിയുടെ ഹർജി തള്ളുകയും സർക്കാരിന് 3 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു. ഈ വിധിയെ ചോദ്യം ചെയ്താണ് മലയാളം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. കമ്പനിയുടെ വാദം തള്ളിയ ഹൈക്കോടതി റെസ്റ്റ് ഹൌസും സ്ഥലവും സർക്കാരിന് കൈമാറാനും നിർദ്ദേശിക്കുകയായിരുന്നു. സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് ലീഡർ KV അനിൽകുമാറാണ് ഹാജരായത്. നഷ്ടപരിഹാര തുകയ്ക്ക് പലിശ ഇളവ് ചെയ്യണമെന്ന കമ്പനിയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പൊന്നാനിപ്പേടിയിൽ മുസ്ലിം ലീഗ്. മണ്ഡലം പിടിക്കാൻ LDF കളത്തിലിറങ്ങിയതോടെ മറുതന്ത്രങ്ങൾ തേടുകയാണ് മുസ്ലിം ലീഗും UDF-ഉം. ETA തുടർന്നും പരീക്ഷിക്കുന്നത് അപകടമാകുമോ എന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്ന പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ 2009 ET മുഹമ്മദ് ബഷീർ വിജയിച്ചത് 82,684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. എന്നാൽ 2014 ഇത് 25,410 വോട്ടായി കുറഞ്ഞു. തുടർന്നെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിന്നോട്ട്. ചരിത്രത്തിൽ ആദ്യമായി താനൂർ കൈവിടുകയും ചെയ്തു. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയത് ലീഗ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ പൊന്നാനി ഇപ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ വർഷം തന്നെ വളരെ കീനായ ഒരു ബാറ്റിൽ നടന്ന മണ്ഡലമാണ് പൊന്നാനി. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രതീക്ഷയും UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അഭിമാനത്തിൻ്റെയും ഒരു വിഷയമാണ് പൊന്നാനി. ETA തുടർന്നും പൊന്നാനിയിലിറക്കി രക്ഷപ്പെടാനാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മണ്ഡലം പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇടതുമുന്നണി മണ്ഡലത്തിലിറങ്ങിക്കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തവനൂരും താനൂരും പൊന്നാനിയും ചെങ്കൊടിക്ക് കീഴിലാണ്. തവനൂരിൽ KT ജലീലിന്റെ ഭൂരിപക്ഷം 17,604, പൊന്നാനി P ശ്രീരാമകൃഷ്ണന് 15,640, താനൂരിൽ V അബ്ദുറഹ്മാന് 4,918 വോട്ടിന്റെയും ലീഡ്. തിരൂരങ്ങാടി, കോട്ടക്കൽ, തിരൂർ, പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃത്താല മണ്ഡലങ്ങളാണ് UDF-നൊപ്പം നിന്നത്. ബനാത്ത് വാലയും സേട്ടു സാഹിബും അഹമ്മദുമെല്ലാം ജയിച്ചുപോയ മണ്ഡലത്തിൽ തിരിച്ചടിയുണ്ടായാലുള്ള നാണക്കേട് മുസ്ലിം ലീഗിന് ചെറുതല്ല. 1962 മണ്ഡലം രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയുടെ ചെന്താരകം ഇംബിച്ചി ബാവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. ചരിത്രം വഴിമാറിയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് ചുരുക്കം. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. 50% VVPAT സ്ലിപ്പുകൾ എണ്ണുക, വോട്ട് വ്യത്യാസം 5% കുറവെങ്കിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 70% വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ പ്രധാന വിഷയം അഴിമതിയെന്ന പ്രകാശ് കാരാട്ട്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ അഴിമതിക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. ഇത്രയും കാലം മമതയുടെ അഴിമതിയോട് BJP മൃദു സമീപനം കാട്ടി. ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. മോഡിയെ എതിർക്കുന്നുവെന്ന കാരണം കൊണ്ട് മമതയുടെ അഴിമതി അംഗീകരിക്കാനാകില്ല. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ CPIM ഉറച്ചു നിൽക്കുന്നു. Well, the fight is exactly about the corruption. Everybody knows that for long time
lakhs of people were swindled of their funds by the chit funds, and the CPIM had gone to the Supreme Court saying no proper investigation is being done, and the Supreme Court had ordered CBI to investigate. But all these years they were not doing it seriously. Now before election, to get political points, score points, one is fighting the other, but corruption is there. Whoever is involved in the corruption, they have to be tracked down and made accountable. The Congress party had also gone to Supreme Court along with the left parties, saying that there has to be an investigation into the Sarda scam. So the real issue is corruption. Now many other political factors are coming, but we are interested in seeing that those who are responsible for this swindling of people's funds are held accountable. കിയാറ്റൂർ ബൈപ്പാസിനെതിരെ സമരരംഗത്തുണ്ടായിരുന്നവർ ഭൂമിയുടെ രേഖകൾ കൈമാറി. ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാണ് രേഖകൾ സമർപ്പിച്ചത്. വയൽക്കളി നേതാവ് സുരേഷ് കിയാറ്റൂരിന്റെ അമ്മ ജാനകിയും ഭൂമിയുടെ രേഖ സമർപ്പിച്ചു. കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന മുദ്രാവാക്യവുമായി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നവകേരള സാംസ്കാരിക യാത്ര പ്രയാണം തുടരുന്നു. വൻ ജനാവലിയാണ് ജാഥാ സ്വീകരണത്തിനായി ഓരോ കേന്ദ്രത്തിലും എത്തുന്നത്. അശോകൻ ചെരുവിൽ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കും. സംഘപരിവാർ ശക്തികൾ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഐക്യപ്പെടലിന്റെ സന്ദേശവുമായാണ് നവകേരള സാംസ്കാരിക യാത്ര പര്യടനം നടത്തുന്നത്. കേരളത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സാംസ്കാരിക മുന്നേറ്റത്തെ ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വ്യക്തമാകുന്നതാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെ ജനപങ്കാളിത്തം. പ്രകൃതി, ലിംഗനീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടാണ് ജാഥയുടെ മുന്നേറ്റം. വിവിധ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയവർ ജാഥയുടെ ഭാഗമായി. അശോകൻ ചരുവിലിന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥ 3-ാം ദിവസം കണ്ണൂർ ജില്ലയിലാണ് പര്യടനം നടത്തിയത്. ഇത്രമാത്രം ജനങ്ങളിൽ ആവേശമുണ്ടാക്കിയ, പങ്കാളിത്തം ഉണ്ടാക്കിയ, മാത്രമല്ല നമ്മുടെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ പങ്കെടുക്കാൻ ആവേശത്തോടു കൂടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാംസ്കാരിക മുന്നേറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു സംഗതി ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്നുള്ളത്. കാലം ഇത്തരത്തിലുള്ളൊരു യാത്രയെ ആവശ്യപ്പെടുന്നു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ KM രാഘവൻ നമ്പ്യാർ, KEN കുഞ്ഞഹമ്മദ്, ഇബ്രാഹിം വേങ്ങര, കരിവള്ളൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജാഥാംഗങ്ങളെ വിവിധ കലാ സാംസ്കാരിക സംഘടനകൾ ഹാരാർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മതനിരപേക്ഷ ശക്തികളെയും ചിന്തകളെയും സാംസ്കാരികമായി ബലപ്പെടുത്തുന്നതിന് മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളെയും അണിനിരത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന നവകേരള സാംസ്കാരിക യാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തി. ഫെബ്രുവരി 1-ന് തിരുവനന്തപുരത്ത് നിന്ന് പര്യടനം ആരംഭിച്ച തെക്കൻ മേഖലാ ജാഥയാണ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തിയത്. ജാഥയ്ക്ക് ജില്ലയിൽ കൊടുമണിലും പത്തനംതിട്ട ടൗണിലും തിരുവല്ലയിലുമായിരുന്നു സ്വീകരണമൊരുക്കിയത്. സ്വീകരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ, പ്രതിഭകളെ ആദരിക്കൽ, കവിയരങ്ങ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. 2 ദശാബ്ദങ്ങൾക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം യാത്രയുടെ ട്രെയിലർ ലോഞ്ചിംഗ് കൊച്ചിയിൽ നടന്നു. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ ജീവിതം കഥ പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ പൊളിറ്റിക്കൽ ഡ്രാമ കൂടിയാണ്. തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷകളിലായി ഫെബ്രുവരി 8-ന് യാത്ര തിയേറ്ററുകളിലെത്തും. തമിഴ് ചിത്രം പേരമ്പ് നിറഞ്ഞ കയ്യടികളോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോഴാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്രയും ആരാധകർക്ക് മുന്നിലെത്തുന്നത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ ജീവിതം തിരശ്ശീലയിലെത്തുന്ന ചിത്രമാണ് യാത്ര. പാദയാത്ര നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ, വികാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരുന്നു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയിത്തീരുന്നു എന്നുള്ള ഇതൊരു കഥയാണ്. ഈ യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന സംഭവഗതികളാണ്. തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷകളിലായി ചിത്രം ഫെബ്രുവരി 8-ന് തിയേറ്ററുകളിലെത്തും. മഹിവി രാഘവ് സംവിധാനം ചെയ്യുന്ന സിനിമ KR ഇൻഫോടൈൻമെന്റും ഗ്ലോബൽ യുണൈറ്റഡ് മീഡിയയും ചേർന്നാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് തള്ളി VD സതീശൻ. വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് തന്റേതെന്ന് സതീശന്റെ തുറന്നു പറച്ചിൽ. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ പോകരുതെന്നാണ് തന്റെ നിലപാടെന്നും സതീശൻ വ്യക്തമാക്കി.
വനപാലകർക്ക് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച നായാട്ട് സംഘത്തെ മണിക്കൂറുകൾ നീണ്ട സാഹസിക പരിശ്രമത്തിലൂടെ കീഴടക്കി. മൂന്നാർ ദേവികുളം ഓടിക്ക എസ്റ്റേറ്റിൽ നിന്നുമാണ് കാട്ടിറച്ചിയുമായി 4 സംഘം പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് വനപാലകർ ദേവികുളം ഓടിക്ക ടോപ്പ് ഡിവിഷനിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് 4 സംഘം കാട്ടിറച്ചിയുമായി വനപാലകരുടെ മുന്നിൽപ്പെട്ടത്. വനപാലകരെ കണ്ടതോടെ നാടൻ തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ 3 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിലൂടെ അധികൃതർ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഉടുമ്പൻചോല സൊസൈറ്റി മേട്ടിൽ പാലക്കമേൽ വീട്ടിൽ ബാബു, പാറപ്പുറത്ത് വീട്ടിൽ വക്കച്ചൻ, നിരവത്ത് പറമ്പിൽ അനീഷ്, പൂപ്പാറ നെടുവാൻകുഴി ജോർജ് എന്നിവരെയാണ് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MS സുചീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ബാബു നേരത്തെയും ഇത്തരം കേസിൽ പിടിയിലായിട്ടുണ്ടെന്നും മൃഗവേട്ട നടത്തി മാംസം വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായിട്ടുള്ളതെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുചീന്ദ്രനാഥ് പറഞ്ഞു. ഒരു മുള്ളമ്പന്നിയെയും ഒരു മ്ലാവിനെയും വെടിവെച്ച് കൊലപ്പെടുത്തി മാംസം മുള്ളമ്പന്നിയെ കൊലപ്പെടുത്തിയിട്ട് മുള്ളുകൾ പറിച്ച് കളഞ്ഞിട്ട് പാക്കിനാക്കി അതിനുശേഷം മ്ലാവിനെ വെടിവെച്ച് വീഴ്ത്തി അതിൻ്റെ ഇറച്ചിയും കൊണ്ടുവരുന്ന വഴിക്ക് നമ്മുടെ അരുവിക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും സ്റ്റാഫുകളും അവർക്ക് രഹസ്യം കിട്ടി നിശ്ചയിച്ച് അവർ തൈലത്തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയും അടുത്തുനിന്ന് പിടികൂടിയും ബലപ്രയോഗിച്ച് കീഴടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ടിയാൻമാരിൽ നിന്നൊരു തോക്ക്, ഉദ്ദേശം 50 കിലോ മ്ലാവിൻ്റെ ഇറച്ചി, പിന്നെ മറ്റ് വെടിസാമഗ്രികളെല്ലാം ഒരു മുള്ളമ്പന്നി പിടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇവരുടെ പക്കൽ നിന്ന് 50 കിലോ മ്ലാവിറച്ചി, തലച്ചുമടായി കൊണ്ടുവന്ന മുള്ളൻപന്നി എന്നിവ പിടിച്ചെടുത്തു. നാടൻ തോക്ക്, കത്തി തുടങ്ങിയ ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KI അബൂബക്കർ സിദ്ദീഖ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PJ മധുകുമാർ, ഹരിസൻ ശശി, S പ്രസീദ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ഹൈറേഞ്ചിലെ വനമേഖലകളിൽ നായാട്ടു സംഘങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കുമെന്ന് വനപാലകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് UAE-ൽ ഉജ്ജ്വല വരവേൽപ്പ്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മാർപ്പാപ്പയ്ക്ക് അബുദാബി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ UAE ഭരണാധികാരികൾ പ്രൗഢമായ സ്വീകരണം നൽകി. ഇതാദ്യമായാണ് ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷൻ ഒരു ഗൾഫ് രാജ്യം സന്ദർശിക്കുന്നത്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ 4 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2000 വീടുകളാണ് ആദ്യഘട്ടം നിർമ്മിക്കുന്നത്. അതിൽ കോട്ടയം ജില്ലയിൽ 83 ഗുണഭോക്താക്കൾക്കാണ് കെയർ ഹോം പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുക. സംസ്ഥാന കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കുമരകത്ത് 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 വീടുകളാണ് പൂർത്തീകരിച്ചത്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രാദേശിക സഹകരണ ബാങ്കുകൾക്കാണ് ഭവന നിർമ്മാണത്തിന്റെ ചുമതല. 5 ലക്ഷം രൂപയാണ് ഒരു വീടിന് അനുവദിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 83 ഗുണഭോക്താക്കൾക്കാണ് കെയർ ഹോം പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നത്. ജോയിന്റ് രജിസ്ട്രാർ M ബിനോയ് കുമാർ കോട്ടയം താലൂക്കിലെ വീടുകളുടെ നിർമ്മാണം വിലയിരുത്തി. ഈ വീടുകളെല്ലാം തന്നെ പ്രളയത്തെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് കഴിവുള്ള രീതിയിലുള്ള വീടുകളാണ്. അത് RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി അവരാണ് ഇതിന്റെ മുഖ്യമായ സാങ്കേതിക സഹായം നൽകുന്നത്. വൈക്കം താലൂക്കിൽ 60ഉം കോട്ടയം താലൂക്കിൽ 13ഉം ചങ്ങനാശ്ശേരി താലൂക്കിൽ 10ഉം വീടുകളാണ് നിർമ്മിക്കുക. ഈ മാസം 20-ന് ജില്ലയിലെ 11 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും. സംസ്ഥാനത്തെ 2500-ലധികം സഹകരണ സംഘങ്ങൾ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊതുസമൂഹത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ വേറിട്ട മാതൃകയുമായി പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്ത്. അന്യമായി നിൽക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കളികൾ അടക്കം പെൺകുട്ടികൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പൂക്കോട്ടുകാവുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അണിനിരന്ന മിക്സഡ് ഫുട്ബോളിലൂടെ സാമൂഹ്യനീതിയുടെ വലിയ സന്ദേശമാണ് അവർ കൈമാറുന്നത്. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീകൾ. മിക്സഡ് ഫുട്ബോൾ എന്ന ആശയത്തിലൂടെ അതാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ആൺകുട്ടികൾക്കൊപ്പം പൊതുയിടങ്ങൾ പെൺകുട്ടികൾക്ക് കൂടിയുള്ളതാണെന്ന് മിക്സഡ് ഫുട്ബോളിലൂടെ തെളിയിച്ചു. 11 ടീമുകൾ. സെവൻസ് ഫുട്ബോളിൽ ആൺകുട്ടികൾക്കൊപ്പം 3-4 പെൺകുട്ടികൾ ഓരോ ടീമിലും അണിനിരന്നു. ആവേശം ഒട്ടും ചോരാതെ അവർ ഒരുമിച്ച് പന്തു തട്ടി.
സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് പൊതു ഇടങ്ങളെന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് മിക്സഡ് ഫുട്ബോൾ സംഘടിപ്പിച്ചതെന്ന് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു. ആശയം വരാനുള്ള കാരണം നമുക്കറിയാം, പെൺകുട്ടികൾ ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ കേരളത്തിൽ കളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. പെൺകുട്ടികളുടെ കളിക്കളങ്ങളില്ല. 100 കണക്കിന് ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഒരു ക്ലബ്ബിലും നമ്മൾ പെൺകുട്ടികളെ കാണുന്നില്ല. അതെല്ലാം ആൺകുട്ടികളുടേതാണ് അല്ലെങ്കിൽ പുരുഷൻ്റേതാണ് എന്ന ഒരു പൊതുബോധം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതൊരു ജെൻഡർ ഇഷ്യൂ എന്നുള്ള നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത്. മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അബ്ദുൽ ഹക്കീമാണ് ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തത്. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് മുന്നോട്ട് വെച്ച പുതിയ ആശയത്തിന് പിന്തുണയുമായി 100 കണക്കിന് ഫുട്ബോൾ പ്രേമികൾ മത്സരം വീക്ഷിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനുമെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കീഴാറ്റൂർ ബൈപ്പാസിനെതിരെ സമരരംഗത്തുണ്ടായിരുന്നവർ ഭൂമിയുടെ രേഖകൾ കൈമാറി. ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനാണ് രേഖകൾ സമർപ്പിച്ചത്. വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന്റെ അമ്മ ജാനകിയും ഭൂമിയുടെ രേഖ സമർപ്പിച്ചു. ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി രേഖകൾ സമർപ്പിക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ നവംബറിൽ പുറത്തിറക്കിയ അന്തിമ വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് സമരരംഗത്തുണ്ടായിരുന്ന ഭൂമിയുള്ള മുഴുവൻ പേരും രേഖകൾ കൈമാറിയത്. ജനുവരി 11 മുതൽ 22 വരെയുള്ള തീയതികളിലാണ് സ്പെഷ്യൽ തഹസിൽദാർ മുൻപാകെ രേഖകൾ സമർപ്പിച്ചത്. ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള 3G വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ സമരം അവസാനിപ്പിക്കുന്നതായും രേഖകൾ കൈമാറുമെന്നും സമരക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ബൈപ്പാസ് വിരുദ്ധ സമരക്കാരിൽ ചുരുക്കം പേർക്ക് മാത്രമാണ് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നത്. വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന്റെ അമ്മ ജാനകിയും ഭൂമിയുടെ രേഖകൾ കൈമാറി. സമരക്കാർ മുഴുവനും ഭൂമി വിട്ടുനൽകി നഷ്ടപരിഹാരം കൈപ്പറ്റാൻ സമ്മതം അറിയിച്ചതോടെ എന്തിനായിരുന്നു സമരം എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.